നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വലിയ പ്രതിസന്ധി മറികടന്ന് ലോകത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഒരു സുമുഹൂർത്തം ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നിട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാട് വിഭജനത്തിന് ശേഷം എത്രയോ വർഷക്കാലമായി നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ പരമാധികാരത്തെ, നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ മൂല്യങ്ങളെ എല്ലാം വളർത്തുകൊണ്ട് അതിർത്തിയിലെ തെമ്മാടി രാഷ്ട്രം ഈ രാഷ്ട്രം ഒന്നല്ല നാം പറയുന്നത് ആശയമാതരം ഈ രാഷ്ട്രം ഒന്നാണ് എന്നാണ്. ഈ കാഴ്ചപ്പാടാണ് സംഘം പ്രചരിപ്പിക്കുന്നത്, വളർത്തുന്നത്. രാജ്യസ്നേഹത്തിന്റെ, ദേശീയബോധത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 1925 മുതൽ നമ്മൾ പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ സ്വപ്നം കാണുന്നത്, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ സമർപ്പിക്കുന്നത് മഹത്തായ ദർശനം. എന്താണ് ലക്ഷ്യം? ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് നമ്മൾ പ്രാർത്ഥനയിൽ വലതുകൈ നെഞ്ചത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ പാടുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്. ആ ലക്ഷ്യം എന്നത് പരം വൈഭവം തുമേ തസ്വ രാഷ്ട്രം. എന്റെ രാഷ്ട്രത്തിന്റെ പരമവൈഭവം, എന്റെ നാട് ഏറ്റവും കരുത്തുറ്റ ശക്തിയായി മാറണം, ജഗദംബയായി വിരാജിക്കണം. അതാണ് എന്റെ സ്വപ്നം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇതാണ് സംഘത്തിന്റെ ലക്ഷ്യം. രാഷ്ട്രത്തിന്റെ പരം വൈഭവം എന്നുള്ളത് മാത്രമാണ്. വൈയക്തികമായ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. ഈ ഒരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടാണ്, വളരെ ഭാവപരമായ, സകാരാത്മകമായ, പോസിറ്റീവായ ഇത്തരം കാഴ്ചപ്പാടുകൾ വളർത്തിക്കൊണ്ടാണ് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും നിഷേധാത്മകമായ ചിന്തയോടുകൂടിയല്ല നമ്മുടെ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് വെച്ച് സംഘം ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുന്നത്. ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ പ്രവർത്തനം സർവ്വവ്യാപിയായി, സർവസ്പർശിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനവും ഊർജവും നേടാൻ വേണ്ടിയാണ് ജന്മശതവാർഷികത്തിന്റെ മുന്നോടിയായി ഈ നഗരത്തിലെ ശാഖകളുടെ സ്വയംസേവകന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മളിപ്പോ നമുക്കുണ്ടായ ഒരു പോസിറ്റീവ് വൈബുണ്ട്, ഒരു എനർജിയും, ഒരു ഊർജവും, ഒരു ഉത്സാഹവും, ഒരു ആഹ്ലാദവും. അത് നമ്മുടെ കാര്യക്ഷേത്രത്തിൽ ചെന്ന് ഈ മഹത്തായ സന്ദേശത്തിന്റെ ദർശനത്തിന്റെ ഗരിമ അറിയാത്ത ആളുകളോട് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഓരോ മനസ്സിലും മഹത്തായ ഈ ദർശനം കൊണ്ട് നിറച്ച് രാജ്യവ്യാപകമായി ഈ മഹാപ്രസ്ഥാനത്തെ പകർത്താൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ സാഹചര്യം ഒപ്പിയണമെന്നുള്ളതാണ് സംഘത്തിന് എല്ലാവരുടെയും മുമ്പാകെ കാണുന്ന സന്ദേശം.